ബഹുമാനപ്പെട്ട CPM പ്രതിനിധിയോടാണ് ഞാൻ ചോദിക്കുന്നത്. ഞാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ രാമച്ചൻ മണ്ഡലം പ്രസിഡന്റും ലാവൂർ സ്കൂളിലെ PTA അംഗവുമാണ്. കുറേ കാര്യങ്ങൾ നേരത്തെ പറഞ്ഞു ഈ MLA കുറിച്ച്. ഈ നേരത്തെ ഈ നമ്മളെ ലഹരിക്കെതിരെ ഒരു നമ്മുടെ ജനകീയ മുന്നേറ്റം എന്ന് പറഞ്ഞുകൊണ്ടൊരു പരിപാടി നടത്തി. നമ്മുടെ കാട്ടാക്കടയിൽ പിന്നെ ജലത്തിനെ കുറിച്ച് പറഞ്ഞു. ജലം ഇന്ന് ഏറ്റവും കൂടുതൽ കിട്ടുന്ന കാട്ടാക്കട. കാര്യം രാവിലെ 6 മണിക്ക് ബാറ് തുടങ്ങിയ രാത്രി 12 മണി വരെ ബാറ് വയ്ക്കും. ഇവർ നേരത്തെ കിട്ടുന്ന പരസ്യം എന്ന് പറയുന്നത് ഞങ്ങൾക്ക് നമ്മൾ മദ്യവർജനം എന്ന് പറഞ്ഞ് വന്നവർ ഇന്ന് മദ്യത്തിൽ ഇവരെ കുടിപ്പിച്ച് കിടക്കും. പിള്ളേർക്ക് കൊടുക്കണ്ട, വെള്ളമൊന്നും കൊടുക്കണ്ട, കൃത്യമായിട്ട് അവർ കുടിക്കുന്നുണ്ട്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, വികസനത്തെക്കുറിച്ച് ഇവർ ഒരുപാട് കാര്യം പറഞ്ഞു. ഇവർ വെക്കുന്ന ഏറ്റവും വലിയ ഉഡായിപ്പ് ഫ്ലക്സ് എന്ന് പറയുന്നത് നമ്മൾ 1 കോടിയുടെ വികസനം ചെയ്താൽ 1 കോടി എന്ന് പറയും. ഇവർ വെക്കുന്ന 100 ലക്ഷം എന്ന് പറഞ്ഞ് ജനങ്ങളെ പറ്റിക്കും. കാര്യം ജനങ്ങൾക്ക് ഇപ്പോഴേ ശിവൻകുട്ടി എന്ന് പറയുന്ന വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായതുകൊണ്ട് ഈ 0ൻ്റെ വില അറിഞ്ഞുകൂടാത്ത ആൾക്കാരുണ്ട്. 100 ലക്ഷം എന്ന് പറയുമ്പോൾ ചിലപ്പോൾ അവർ വിചാരിക്കും വേറെ എന്തോ സംഭവം എന്ന് പറഞ്ഞ് എഴുതുന്നവരാണ് ഏറ്റവും പ്രധാനം. ഇവിടെ ഒരു ഫ്ലക്സ് വെച്ചിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഞാൻ പറയുന്നത് 1 കിലോമീറ്ററിന്, അതായത് നമ്മുടെ ചൂണ്ടുപലക തൊട്ട് മണ്ഡപത്തിൻകട വരെ 6.5 കിലോമീറ്ററിന് 6,50,00,000 രൂപയാണ് റോഡ് വികസനത്തിന് ഇവർ അനുവദിച്ചത്. അതായത് 1 കിലോമീറ്റർ റോഡിന് 1,10,00,000 രൂപ. അതായത് 3 പോസ്റ്റ് വരുമ്പോൾ 90 മീറ്റർ. അത് കഴിഞ്ഞ് വീണ്ടും വരുമ്പോൾ 1 കിലോമീറ്ററിന് 6 കോടി, അതായത് 1 കിലോമീറ്റർ 1,10,00,000 രൂപ അനുവദിച്ച MLA ആണ് നമ്മുടെ ഇവിടുത്തെ MLA. കാര്യം ഇത് ഏറ്റവും പ്രധാനപ്പെട്ട് അതായത് അദ്ദേഹത്തിൻ്റെ പോക്കറ്റ് വികസനം. ഞാൻ അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ളതാണ് കൊറ്റമ്പള്ളി. അവിടെ നേരത്തെ ഗ്രൗണ്ടിൻ്റെ കാര്യം പറഞ്ഞു. ഗ്രൗണ്ട് 3 സ്റ്റെപ്പോ 4 സ്റ്റെപ്പോ ഉദ്ഘാടനം ചെയ്തു. അതുപോലെ തന്നെ ഒരു പെട്ടിയാട്ടയിൽ, ഒരു ബുക്കും പേപ്പറും ഇല്ലാത്ത പെട്ടിയാട്ടയിൽ വിളിച്ചുകൊണ്ട് പോയി. നമ്മളിവിടെ ലൈറ്റൊക്കെ ഇഷ്ടം പോലെ ധാരാളം ലൈറ്റ് ഇവിടെ വന്നു. കാര്യം ശക്തൻ്റെ കാലഘട്ടത്തിൽ വന്നു, ശക്തൻ സാറിൻ്റെ കാലഘട്ടത്തിൽ വന്നു, അടൂർ പ്രകാശിൻ്റെ കാലഘട്ടത്തിൽ, എല്ലാ കാലഘട്ടത്തിലും ലൈറ്റ് ഇവിടെ. ലൈറ്റ് ആദ്യത്തെ സംഭവമില്ല. പെട്ടിയാട്ടയിൽ, അതായത് ബുക്കും പേപ്പറും പോലും ഇല്ലാത്ത പെട്ടിയാട്ടയിലാണ് വിളിച്ചുകൊണ്ട്, അതായത് പെട്ടിയാട്ട ഫ്രണ്ടിൽ പോകും, ഇതിൻ്റെ ബാക്കിൽ നിന്ന് MLA പോകും, അതിൻ്റെ ബാക്കിൽ നിന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് പോകും, പെട്ടിയാട്ടയുടെ ബാക്കിൽ നിന്നാണ് ഇവർ പോകുന്നത്. അതായത് ലൈറ്റ് ഇവിടെ നിന്ന് നേരെ അങ്ങ് പോയി. തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ഏറ്റവും പ്രധാനപ്പെട്ട എനിക്കുള്ളത്, ഇപ്പം ഇലക്ഷൻ പ്രഖ്യാപിച്ചത് കൊണ്ട് ഇവർ കുളമെങ്കിൽ, അതായത് എനിക്ക് തോന്നുന്നു ഒരു കല്ലെങ്കിലും ഇവർ വെച്ച് ഉദ്ഘാടനം ചെയ്യുന്ന ഒരു സംവിധാനത്തിലേക്കാണ് പോകുന്നത്. അതുകൊണ്ട് ഇവർ കൃത്യമായി പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ നമ്മുടെ കാട്ടാക്കട നിയോജക മണ്ഡലത്തിലുള്ള ഏറ്റവും കൂടുതൽ കഞ്ചാവും മയക്കുമരുന്ന് ബാക്കിയുള്ള സംവിധാനം എല്ലാം നടക്കുന്നത് വളരെ കൃത്യമായിട്ട് സത്യസന്ധമായിട്ട് പറയാം. അല്ല, നമ്മള് CPMകാർ സംസാരിച്ചപ്പോഴും ബഹുമാനമായിട്ട് എല്ലാവരും സംസാരിച്ച് വളരെ പക്വതയായിട്ടാണ് കേട്ടുകൊണ്ടത്. ആദ്യം ഒരു സംഘടനാ പ്രവർത്തനം ചെയ്യുമ്പം അത് പക്വതയായിട്ട് കേട്ടുകൊണ്ടിരിക്കണം. ചോദിക്കേണ്ടത് മൈക്കി പറയണം. അല്ലാതെ ഇവിടെ വന്നിടുന്ന 3-4 പേര് ചോദിക്കേണ്ടത് മൈക്കി പറയണം, കൃത്യമായിട്ട് ചോദിക്കണം. അല്ല, എടാ പോടാ എന്ന് വിളിച്ചല്ല പറയേണ്ടത്. ഞങ്ങളും സംഘടനാ പ്രവർത്തനം ചെയ്യുന്നതാ. അല്ല, ഞങ്ങൾ ഇവിടെ നിന്ന് കാട്ടാക്കടയിൽ നിന്ന് പോകില്ല. ഞങ്ങൾ ഇവിടെ സംഘടനാ പ്രവർത്തനം ചെയ്യാറുള്ളത്. അത് കൃത്യമായിട്ട് CPM മനസ്സിലാക്കണം. നമ്മുടെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പുതിയ യാത്ര നടത്തി. ഇവിടുത്തെ DYFIക്കാർ നമ്മുടെ വീണ ജോർജിനെ ആക്രമിച്ചു എന്ന് പറഞ്ഞു. KSCക്കാർ ആക്രമിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ കംപ്ലീറ്റ് ഫ്ലക്സ് ബോർഡിനെ അടിച്ചു കീറി. അവർ ആക്രമിച്ചു എന്ന് പറഞ്ഞാൽ അവർ അകത്ത് കയറ്റി. ഇവിടുത്തെ DYFIക്കാർ അവർ കംപ്ലീറ്റ് ഫ്ലക്സ് ബോർഡ് അടിച്ചു കയറ്റി സംഘടനാ പ്രവർത്തനം ചെയ്യാൻ സമ്മതിക്കാണ്. പക്ഷേ പുതിയ യാത്ര വന്നപ്പോൾ അവർക്ക് മനസ്സിലായി ഇവിടെ IB സതീഷ് വെറും പക്ക വികസനമാണ് ചെയ്യുന്നത്. അവർക്കും കൃത്യമായിട്ട് അവർക്കൊന്നും പറയാൻ പറ്റൂല. ഇവിടെ വികസനം കൊണ്ടുവന്നത് ശക്തൻ സാറാണ്. വികസനം കൊണ്ടുവന്നത് ഇവർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ശക്തൻ സാറാണ് വികസനം കൊണ്ടുവന്നത്. ഇവർക്ക് എന്താ ചെയ്യാൻ പറ്റുക? റോഡ് മാത്രം വികസനം വരുന്ന ശക്തൻ സാർ കൊണ്ടുവന്ന കീഴാർ പാലം, കുരുതങ്കോട് പാലം, ഇത് IB സതീഷാണ് ഇവിടെ കൊണ്ടുവന്നത്. താലൂക്ക് IB സതീഷാണ് ഇവിടെ കൊണ്ടുവന്നത്. ബഹുമാനപ്പെട്ട ശക്തൻ സാറല്ലേ കൊണ്ടുവന്നത്. അതുകൊണ്ട് വേറെ ഒന്നും അല്ല. പ്രഷീദ്, എനിക്ക് ചോദിക്കാനുള്ളത്, അതായത് ഈ മദ്യവർജനം അല്ലേ നടപ്പിലാക്കുന്നല്ലേ പറഞ്ഞേ? ഘട്ടം ഘട്ടമായി എന്നാണ് പറഞ്ഞത്. എന്തിനാ ഈ ബാറുകളുടെ സമയപരിധി 12 മണി വരെ നീട്ടി? എന്തിനാണ്? ആ പാവപ്പെട്ട ഇന്നസെൻറ്റും KPSC എഴുതിയും അവരൊരുപക്ഷെ അവിടെ നിന്ന് നോക്കി തെറി വിളിക്കുന്നുണ്ടാവും. നിങ്ങളല്ലേ പറഞ്ഞത്? കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ കാലത്തല്ലേ KPSC എഴുതിയും അതുപോലെ ഇന്നസെൻറ്റിനെയും ഇറക്കി പരസ്യം ചെയ്തല്ലോ. എന്താ പറഞ്ഞതെന്ന്? അതാണോ നിങ്ങൾ പാലിക്കുന്നത്? ഇപ്പോൾ എത്ര കിട്ടി? മദ്യമുതലാളിമാർ എത്ര കോടികൾ തന്നു? അതിന് പറയാം. അതിന് മുമ്പ് അല്ല, ഇതിന് മറുപടി വേണം. അല്ല, അത് പറയും. അത് പറഞ്ഞിട്ടേ പോകൂ. കോൺഗ്രസിൻ്റെ പ്രതിനിധി സംസാരിച്ചപ്പോൾ യൂത്ത് കോൺഗ്രസ്സുകാരെല്ലാം മിണ്ടായിരുന്നു. പക്ഷേ ഇവിടെ ഇരുന്ന സന്ധ്യ ഉൾപ്പെടെയുള്ള BJPക്കാർ ആഞ്ഞ് കൈയടിച്ച് കണ്ടപ്പോൾ എനിക്ക് വളരെ സന്തോഷമായി. ആ ഐക്യം എപ്പോഴും നിങ്ങൾ കാത്തു സൂക്ഷിക്കണം. പിന്നെ നേരത്തെ ഇവിടെ ചോദിച്ചിട്ട് പോയ ഒരു കാര്യം, ഇന്ത്യ മുന്നണിയിൽ ആരൊക്കെയുള്ളത്? പറയട്ടെ, ഇന്ത്യ മുന്നണിയിൽ ആരൊക്കെയുള്ളത്? ഇന്ത്യ മുന്നണിയാണ്. വാളയാർ ചുരം കഴിഞ്ഞാൽ ഇത് അവിഹിത മുന്നണിയാണ്.
വാളയാർ ചുരം കഴിഞ്ഞാൽ ബായ് ബായ് അല്ലേ? ഇന്ത്യ മുന്നണി വർഗീയതക്കെതിരെയുള്ള മതനിരപേക്ഷ ശക്തികളുടെ ഐക്യ മുന്നണിയാണ്. അപ്പൊ ആരാ പക്ഷേ ബായ് ബായ്? ഇത് വോട്ടിന് വേണ്ടിയുള്ള അവിഹിത മുന്നണിയാണ്. ഇതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. പറയുന്നതിൽ സത്യാവസ്ഥ ഉള്ളത് കൊണ്ടാണ് അവർ കൈയടിച്ചത്. അതെ, ഇനി ഒരു കാര്യം കൂടെ. നേരത്തെ ഇവിടെ പറഞ്ഞു മലയൻകീഴ് ആശുപത്രി ഡോക്ടർമാരില്ല. ഇന്നത്തെ ദിവസം രാവിലെ ഡോക്ടർ ആനന്ദ് ഫിസിഷ്യൻ, ഡോക്ടർ പ്രേം അത്യാഹിത വിഭാഗം, ഡോക്ടർ അഫ്സൽ ദന്തരോഗ വിഭാഗം, ഡോക്ടർ സ്വപ്ന, ഡോക്ടർ സുരേഷ്, ഉച്ചയ്ക്ക് ഡോക്ടർ റൻസി, രാത്രി ഡോക്ടർ ശ്രീജിത്ത്, ഇത്രയും ഡോക്ടർമാർ ഇന്നത്തെ ദിവസം മലയൻകീഴ് ആശുപത്രിയിൽ ഡ്യൂട്ടിയിലുള്ളവരാണ്. സംശയമുള്ളവരുണ്ട്, ഒന്ന് പോയി നോക്കാം. ഒന്ന് രണ്ട് നേരത്തെ ഇവിടെ പറഞ്ഞു വ്യാപാരി വ്യവസായി സന്തോഷമാണെന്നോ. വ്യാപാരി വ്യവസായികൾ പോലും അറിഞ്ഞിട്ടില്ല ഇവിടെ നഗരവികസനം. അവിടെ ആ നഷ്ടപരിഹാരം വിതരണം ചെയ്യുമ്പോൾ പങ്കെടുത്ത വ്യാപാരി വ്യവസായി നേതാക്കന്മാരെ നിങ്ങൾ അപമാനിക്കരുത്. അതിന്റെ ഭാരവാഹികളെങ്കിലും നിങ്ങൾ അപമാനിക്കാതിരിക്കണം. അറിയാതെ അവർ വന്ന് സ്റ്റേജിൽ കയറി ഇരുന്നതല്ല. അവരോട് ചർച്ച ചെയ്ത് കാര്യങ്ങൾ തീരുമാനിച്ച് അവരെ പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തിയതാണ്. ഒന്ന്. മറ്റൊന്ന്, ഇവിടെ താങ്കൾ ചോദിച്ച ലഹരിയുടെ കാര്യം. ഇവിടെ ലഹരിയുടെ പിടിയിലാണോ കാട്ടാക്കട? കാട്ടാക്കട ലഹരിയുടെ പിടിയിലാണ് എന്ന് എനിക്ക് അഭിപ്രായമില്ല. എന്നാൽ പൊതുവായി ലഹരി യുവാക്കൾക്കിടയിൽ വലിയ തോതിൽ ബാധിക്കുന്നു എന്നുള്ള അഭിപ്രായം എനിക്കുണ്ട്. പക്ഷേ അത് കൂടുതൽ ലഹരിയിൽ പിടിയിലാണ് എന്ന് ഇവിടെ കോൺഗ്രസ്സുകാർ പറഞ്ഞെങ്കിൽ അത് കൂടെ കിടക്കുന്നവനെ രാപ്പനി അറിയൂ എന്നുള്ളത് കൊണ്ടാണ്. നിങ്ങൾ അതുകൊണ്ട് കൂടെ കിടക്കുന്നവരെ മണപ്പിച്ച് നോക്കരുത് എന്ന് മാത്രമേ അതുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളൂ. മറ്റൊന്ന്, താങ്കൾ ചോദിച്ചത് മദ്യവർജനം അല്ലേ? ഇത് ഞങ്ങളുടെ AK ആന്റണിയാണ് ഈ കേരളത്തിൽ ചാരായം നിരോധിച്ചത്. ചാരായം നിരോധിക്കുമ്പോൾ AK ആന്റണി പറഞ്ഞത് ചാരായം നിരോധിക്കുന്നതോടുകൂടി കേരളത്തിന്റെ മദ്യത്തിന്റെ ഉപയോഗം പൂർണ്ണമായി ഇല്ലാതാകും, കേരളീയരെല്ലാം നന്നാവാൻ പോകുന്നു ആണല്ലോ. എന്നിട്ട് കേരളത്തിൽ ചാരായം നിരോധിച്ചുകൊണ്ട് മദ്യം ഉപയോഗിക്കുന്നവരുടെ എണ്ണം കുറഞ്ഞിട്ടുണ്ടോ? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന് മദ്യ നിരോധനം എന്നൊരു നയമില്ല, മദ്യവർജനമാണ്. അത് ബോധവൽക്കരണത്തിലൂടെ പടിപ്പടിയായി മാത്രമേ നടപ്പാക്കാൻ കഴിയൂ എന്ന ബോധവൽക്കരണത്തിന് വേണ്ടിയാണോ? ബാറുകളുടെ സമയപരിധി 12 മണി വരെ നീട്ടിയത് ബോധവൽക്കരിക്കാനാണോ? അതിന്റെ അകത്ത് എല്ലാ ബാറുകളുടെയും താങ്കളുടെ വിവരമില്ലാത്ത കാര്യങ്ങൾ എനിക്ക് ഇതിന് മറുപടി കിട്ടണം. ബോധവൽക്കരണം എവിടെയാണ് നടക്കുന്നത്? 12 മണി വരെ ബാറുകളുടെ സമയപരിധി നീട്ടിയതിന് നിങ്ങളല്ലേ പറഞ്ഞത് അധികാരത്തിൽ എത്തിക്കഴിഞ്ഞാൽ പൂട്ടിയ ബാറുകളൊന്നും തുറക്കില്ല എന്ന് പറഞ്ഞിട്ട് ആ പാവപ്പെട്ട ഇന്നസെന്റിനെയും KPSC ലളിതയും പറ്റിച്ചത് എന്തിന്? നിങ്ങളല്ലേ പറഞ്ഞത് പൂട്ടിയ ബാറുകൾ തുറക്കില്ല എന്ന് പറഞ്ഞു. കൂടുതൽ ബാറുകൾക്ക് ലൈസൻസ് അനുവദിച്ചില്ലേ? ഇപ്പോഴെന്താ അവസാനം അധികാരത്തിൽ നിന്ന് മറുപടി പറയട്ടെ? അധികാരത്തിൽ മറുപടി പറയട്ടെ? താങ്കളെന്താ അസഹിഷ്ണുത കാണിക്കുന്നത്? മറുപടി പറയട്ടെ? താങ്കളുടെ വർത്തമാനം കേട്ടാൽ കേൾക്കുന്നവർ തോന്നും കേരളത്തിലെ എല്ലാ ബാറുകളും 12 മണി വരെ തുറന്നാണ്. ഇല്ലേ? അങ്ങനെയാണോ? അല്ല. താങ്കൾ അത് പഠിക്കൂ. 12 മണി ഞാൻ ബാറിൽ പോവാറില്ല, അതുകൊണ്ട് എനിക്ക് ബാറുകളിലോട്ട് പോവാറില്ല. എങ്കിൽ പോകുന്ന ആളുകളോട് ചോദിച്ചാൽ മതി. താങ്കളുടെ സുഹൃത്തുക്കളോട് കേരളത്തിലെ എല്ലാ ബാറുകളും 12 പുതിയ വിവരാണ്. എല്ലാ ബാറുകളും അല്ല, കേരളത്തിലെ എല്ലാ ബാറുകളും 12 മണി വരെ അല്ല. പിന്നെ എല്ലാ ബാർ ആ ബാർ കാറ്റഗറി തീരുമാനിച്ചിട്ടുണ്ട്, കാറ്റഗറി നിശ്ചയിച്ചിട്ടുണ്ട്. അതനുസരിച്ചാണ്. ഏത് കാറ്റഗറി? അപ്പൊ കാട്ടാക്കടയിൽ എത്ര ബാറുകള് 12 മണി? കാട്ടാക്കടയിൽ എത്ര ബാറുകൾ 12 മണി വരെ പ്രവർത്തിക്കുന്നുണ്ട്? കാട്ടാക്കടയിൽ ഒറ്റ ബാറേ ഉള്ളൂ, അതെനിക്കറിയാം. ആണോ? ആ ബാർ ഈ താങ്കൾ പറഞ്ഞ കാറ്റഗറി ഷോപ്പ് ഉണ്ട്. താങ്കൾ പറഞ്ഞ ഈ കാറ്റഗറി പെടുന്നതാണോ? ഈ കാറ്റഗറി പെടുന്നതാണോ? അല്ല, ഞാൻ 12 മണിക്ക് പോകാറില്ല. അല്ല, നിങ്ങളല്ലേ അല്ലാതെയും പോകാറില്ല. ഞാൻ മദ്യപിക്കുന്ന ആളാണ്. അപ്പോ സഖാവേ പഠിക്കണം. ഒരേ ഒരു നയമാണ് കേരളത്തിലെ എല്ലാ ബാറുകളും 12 മണി വരെ. എന്റെ ചോദ്യം അതല്ല. നിങ്ങൾ ഒരു ഭാഗത്ത് മദ്യവർജനം ഘട്ടഘട്ടമായി നടപ്പാക്കുന്നു പറയുന്നു, എന്നിട്ട് പൂട്ടിയ ബാറുകളെല്ലാം തുറക്കുന്നു, കൂടുതൽ ബാറുകൾക്ക് ലൈസൻസ് കൊടുക്കുന്നു, കൂടുതൽ ഈ വിപണന കേന്ദ്രങ്ങൾ തുടങ്ങുന്നു. ഇപ്പൊ ഇതാ 12 മണി വരെ നീട്ടുന്നു. പിന്നെ എങ്ങനെയാണ് മദ്യവർജനം നടപ്പിലാക്കുന്നത്? ഈ 12 മണി വരെ നീട്ടിയത് അതിന്റെ അകത്ത് നിന്ന് ബോധവൽക്കരണം കൊടുക്കാനാണോ? നിങ്ങൾ ഒരു ഉറപ്പ് നൽകിയിട്ടുണ്ടെങ്കിൽ അത് പാലിക്കണം. കാട്ടാക്കടയില്
ഒരു ഹോട്ടലേ ഉള്ളൂ. അതുകൊണ്ട് അവിടെ ആളുകൾ ഭക്ഷണം കഴിക്കാതിരിക്കുമോ? ഒരുപാട് ഹോട്ടലുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആരെങ്കിലും കൂടുതൽ കഴിക്കൂ? ഇല്ല. അരി എത്രാന്ന് ചോദിക്കുമ്പോൾ പയറങ്ങാടിയെന്ന് പറയാതെ അടുത്ത ചോദ്യം. അത്രേ ഉള്ളൂ. ലഭ്യത കൂട്ടിക്കൊണ്ടുള്ള മദ്യവർജനമാണ് ഉദ്ദേശിച്ചത്. ഏതാ? ലഭ്യത ഇല്ല, കൂട്ടിക്കൊണ്ടുള്ള ഇല്ല, ഇല്ല. മദ്യവർജനം. ലഭ്യതയല്ല. ഉത്തരം വ്യക്തമായ ഉത്തരവില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ആടി കളിക്കുന്നത്. അല്ലല്ല, Yes. ആവശ്യം അടുത്ത ചോദ്യമുണ്ട്. മതി, ആവശ്യമുള്ളവരാണ് നമുക്കത് നിർത്താം. മദ്യവിതരണം, മദ്യനിരോധനം, നിങ്ങൾ നൽകിയ വാഗ്ദാനം നിങ്ങൾ അത് കാറ്റിപ്പറത്തി. അത് കേരളത്തിലെ ജനങ്ങൾക്കറിയാം. അടുത്ത ചോദ്യം. താങ്കൾ അടുത്ത ചോദ്യം. രാജീവ് ചന്ദ്രശേഖരന്റെ അടുത്ത ചോദ്യം. അഭിപ്രായം ഇല്ലെന്ന് പറയേണ്ട കാര്യമില്ല. സ്ഥിരമുള്ളതാണ് ഇത്. താങ്കൾ ഒരു അവതാരകനല്ലേ? അത് സ്ഥിരമുള്ളതാണ്. താങ്കളുടെ statement അതാണ്. സ്ഥിരമുള്ളതാണ്. അത് കുഴപ്പമില്ല. ഞാനിത് കേട്ട് കേട്ട് മടുത്തു. യെസ്, ഓക്കെ.